സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യവചനം. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാൽ യേശുവേ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യയല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാൽ യേശുവേ. സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. സത്യം സത്യമായി പ്രോഗ്രാമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ്. സൃഷ്ടാവായ ദൈവത്തെ സൃഷ്ടിയായിട്ടുള്ള മനുഷ്യൻ മഹത്വപ്പെടുത്തണമെന്നുള്ളതാണ് മനുഷ്യൻ്റെ സൃഷ്ടിയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. എന്താണ് ആരാധന അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നത്? അതിൻ്റെ ഒരു പ്രധാന അർത്ഥം നമ്മുടെ ജീവിതം കൊണ്ട് നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന് ഇഷ്ടമുള്ളതായ കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതാണ്. മനുഷ്യന് ലഭിച്ചിട്ടുള്ള 24 മണിക്കൂർ, ഈ സമയം, ആ സമയത്ത് ഞാൻ പണം ഉപയോഗിക്കുന്നത്, എൻ്റെ സമയം ഞാൻ ചിലവഴിക്കുന്നത്, പണം സമ്പാദിക്കുന്നത്, എൻ്റെ സമസ്ത കാര്യങ്ങളും ഞാൻ ആസ്വദിക്കുന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ സംസാരിക്കുന്ന ചിന്തിക്കുന്ന വിഷയങ്ങൾ, ഇതെല്ലാം ദൈവത്തിന് പ്രീതിയുള്ള കാര്യങ്ങളായി തീരുമ്പോഴാണ് നമ്മുടെ ജീവിതം ദൈവത്തിന് ആരാധനയായി തീരുന്നത്. നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ അങ്ങനെ കഴിയും. ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ള ആ ആശയത്തിൻ്റെ ഒരു അർത്ഥം അതാണ് എങ്കിൽ, മറ്റൊരർത്ഥം നാം ദൈവത്തെ നമ്മുടെ വാക്കുകൾ കൊണ്ട് സ്തുതിക്കണം, ആരാധിക്കണം എന്നുള്ളതാണ്. ബൈബിളിൽ ഏറ്റവും അധികം അധ്യായങ്ങളുള്ള പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ. ഈ സങ്കീർത്തനങ്ങളിൽ മുഴുവൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. ഹാലേലൂയ എന്നുള്ളൊരു വാക്ക് സങ്കീർത്തനങ്ങളിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിനെ ആരാധിക്കുക, ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി, ദൈവത്തെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയുക, ദൈവത്തെ ആദരിക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുക, ദൈവത്തെ നമസ്കരിച്ച് കുമ്പിട്ട് അവിടുത്തെ നാമത്തെ ഉയർത്തുക എന്നുള്ളതാണ് ഹാലലൂയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. ഈ സങ്കീർത്തന പുസ്തകം അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച്
അവസാനത്തെ 5 അധ്യായങ്ങൾ നാം ശ്രദ്ധിച്ചാൽ 146 മുതൽ 149 വരെയുള്ള സങ്കീർത്തനങ്ങളിൽ 10 പ്രാവശ്യം വീതമാണ് ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിലത്തെ സങ്കീർത്തനം 150-ാം സങ്കീർത്തനം, ആ സങ്കീർത്തനത്തിൽ 13 തവണ ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പലരും ഒരുപക്ഷെ ചിന്തിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരിക്കാം, ഞാനും ഒരു കാലത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ദൈവത്തെ ആരാധിച്ച് ഒരു ദിവസം മുഴുവൻ അല്ലെങ്കിൽ അര ദിവസം, ഒരു ഞായറാഴ്ച മാറ്റിവെക്കുന്നത് എത്ര വലിയ ഒരു വേസ്റ്റാണ്. ദൈവത്തെ നാം ആരാധിച്ചെങ്കിലേ ദൈവത്തിന് മഹത്വം ലഭിക്കുകയുള്ളോ? എന്തിന് ഇങ്ങനെ ഒരു പാഴ്പണി? എന്ത് ഗുണമാണ് ഞാൻ ഇത്രയധികം സമയം മാറ്റിവെച്ച് ദൈവത്തെ സ്തുതിക്കുന്നത് കൊണ്ടുണ്ടാകുന്നത്? മറിച്ച് മനുഷ്യർക്ക് പ്രയോജനമുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ, മനുഷ്യരെ സഹായിക്കുന്ന ചില ആതുര സേവന പ്രവർത്തനങ്ങൾ ചെയ്താൽ അതെത്ര പേർക്ക് പ്രയോജനമാണ്? അതല്ലേ ദൈവത്തിന് പ്രസാദമുള്ള കാര്യം. അല്ലാതെ എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ ഹൃദയം കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുകയും ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുകയും ചെയ്യുന്നതുകൊണ്ട് അത് മടിയന്മാരല്ലേ ചെയ്യുന്നത്? ദൈവം പോലും ഇഷ്ടപ്പെടാത്ത കാര്യമല്ലേ അത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് പറയാനുള്ളത് അതല്ല. 150-ാം സങ്കീർത്തനം, അവസാനത്തെ സങ്കീർത്തനം നാം പരിശോധിക്കുമ്പോൾ, സങ്കീർത്തനങ്ങളുടെ എല്ലാം ഒരു ഉപസംഹാരമായിട്ട് അവിടെ പറയുമ്പോൾ ദൈവത്തെ ആരാധിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവിടെ പറയുന്നു. ആരെയാണ് ആരാധിക്കേണ്ടത്? എവിടെയാണ് ആരാധിക്കേണ്ടത്? എന്തുകൊണ്ട് ഈ ദൈവത്തെ ആരാധിക്കണം? എങ്ങനെ ഈ ദൈവത്തെ ആരാധിക്കണമെന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറയുകയാണ്. പലപ്പോഴും മനുഷ്യന് ദൈവത്തെ വേണ്ടും വിധം അറിയുകയില്ല. ദൈവത്തെ അറിയുമ്പോഴാണ് ദൈവത്തെ ആരാധിക്കാത്തതിൻ്റെ വലിയ കുറ്റബോധം ഒരു മനുഷ്യന് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യർ അവർ വാസ്തവത്തിൽ അവരുടെ സമയം പാഴാക്കി കളയുകയല്ല, ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുകയും ദൈവത്തിൻ്റെ വഴികൾ മനസ്സിലാക്കി ആ വഴികളിൽ നടന്ന് ദൈവത്തെ സേവിക്കുകയും ചെയ്യുന്നവർ ഏറ്റവും സമൂഹത്തിനും ലോകത്തിനുമെല്ലാം പ്രയോജനമുള്ള ആളുകളാണ്. ഒരു ട്രെയിൻ യാത്രയിൽ പ്രായമായിട്ടുള്ള ഒരു യാത്രക്കാരൻ, അദ്ദേഹത്തിന് അഭിമുഖമായിട്ടൊരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഈ പ്രായമായിട്ടുള്ള വ്യക്തി അദ്ദേഹം ഇടയ്ക്ക് ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, അങ്ങനെ സമയം ചിലവഴിക്കുകയാണ്. എന്നാൽ ഈ ചെറുപ്പക്കാരൻ ഒരുപാട് ചിന്തിക്കുന്ന ആളാണ്, വളരെ യുക്തിബോധമുള്ള ആളാണ്, സയൻസിനോട് ശാസ്ത്രത്തിനോട് വലിയ ആഭിമുഖ്യമുള്ള വ്യക്തിയാണ്. ഈ ചെറുപ്പക്കാരൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും ഈ പ്രായമായിട്ടുള്ള ആൾ എന്താണ് ചെയ്യുന്നത്. നോക്കുമ്പോഴൊക്കെ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തിൻ്റെ വചനം വായിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, അങ്കിൾ അങ്ങ് എന്താണ് ഈ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ സമയം പാഴാക്കി കളയുന്നത്? നിങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പ്രായമായിട്ടുള്ള വ്യക്തി പറഞ്ഞു, എന്താണ് പ്രയോജനമുള്ള കാര്യം? അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഈ പഴഞ്ചൻ പുസ്തകം ഇത് വായിച്ച് ഈ ദൈവത്തെ നിങ്ങൾ സ്തുതിച്ച് സമയം ചിലവഴിക്കുന്നതിന് പകരം ഇന്ന് ഈ ലോകത്തിൻ്റെ വളർച്ച, നേട്ടം, അതിന് സംഭാവന ചെയ്തിട്ടുള്ള ശാസ്ത്രം, ശാസ്ത്രജ്ഞന്മാർ, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭാവന ആ നിലയ്ക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിക്കണം, ഈ കാര്യം മനസ്സിലാക്കണം. അങ്ങനെ സമൂഹത്തിന്, മനുഷ്യർക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം പ്രയോജനമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ശാസ്ത്രമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ ഈ പ്രായമായ വ്യക്തിക്ക് ശാസ്ത്രത്തെക്കുറിച്ച് ചില ക്ലാസ്സുകൾ തന്നെ എടുത്തു കൊടുത്തു, ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ കൂടെ ഈ ചെറുപ്പക്കാരൻ ഈ പ്രായമായ വ്യക്തിയോട് പറഞ്ഞു, നിങ്ങളുടെയൊക്കെ പ്രായമുള്ള ഒരു ശാസ്ത്രജ്ഞനുണ്ട്, ഒരു രസതന്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തിന് ബയോളജിയിൽ വലിയ ഗ്രാഹ്യമാണ്, അദ്ദേഹത്തിന് ഹൈജീനെക്കുറിച്ച് അറിയാം, കെമിസ്ട്രിയെക്കുറിച്ചറിയാം. അദ്ദേഹം വളരെ ലോകത്തിന് സംഭാവന ചെയ്ത ഒരാളാണ്. പേപ്പട്ടി വിഷബാധയെ നിരോധിക്കാനുള്ള മരുന്ന് കണ്ടുപിടിച്ച, ലോകത്തിന് വലിയ സംഭാവന ചെയ്തിട്ടുള്ള ലൂയിസ് പാസ്റ്റർ എന്ന ഒരാളുണ്ട്. അദ്ദേഹത്തെ അറിയുമ്പോൾ നിങ്ങളുടെ പ്രായമേ അദ്ദേഹത്തിനുള്ളൂ, എന്തെല്ലാം പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓ ശരി എന്ന് പറഞ്ഞ് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ കാര്യം ഈ പ്രായമായ മനുഷ്യൻ കേട്ടു. പിന്നീട് അവർ പിരിയുന്ന സമയത്ത് ഈ പ്രായമായ മനുഷ്യൻ തൻ്റെ ബിസിനസ് കാർഡ് ഈ ചെറുപ്പക്കാരന് കൊടുത്തു. അതിലെഴുതിയിരിക്കുന്നു, ലൂയിസ് പാസ്റ്റർ,
ഡയറക്ടർ, പാരീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് റിസർച്ച്. ആ ചെറുപ്പക്കാരൻ ഞെട്ടിപ്പോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന മനുഷ്യർ ലോകത്തിൻ്റെ ചരിത്രത്തിൽ എന്നും അവർ പ്രയോജനമുള്ള ആളുകളായിട്ടുണ്ട്. അവർ മനുഷ്യർക്ക് നന്മ ചെയ്തിട്ടുള്ള ആളുകളാണ്. എത്രയോ ശാസ്ത്രജ്ഞന്മാർ, എത്രയോ ജ്ഞാനികളായിട്ടുള്ള വ്യക്തികൾ അവരുടെ ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും മനുഷ്യ കുലത്തെ എന്നും സേവിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധ 150 സങ്കീർത്തനത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. 150 സങ്കീർത്തനം നാം പരിശോധിക്കുമ്പോൾ അവിടെ യഹോവയെ സ്തുതിക്കുവിൻ, ദൈവത്തെ സ്തുതിക്കുവിൻ, അവനെ സ്തുതിക്കുവിൻ, അവൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ സ്തുതിക്കുവിൻ. അങ്ങനെ അവൻ്റെ യഹോവയെ എന്ന് ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആരെയാണ് ആരാധിക്കേണ്ടത്? ബൈബിൾ പറയുന്നു ഏകസത്യ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. ആരാണ് ഈ ഏകസത്യ ദൈവം? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ബൈബിൾ വെളിപ്പെടുത്തുന്ന, ആരംഭവും അവസാനവുമില്ലാത്ത, ആരാലും ഉപദേശം, നിർദ്ദേശം, ബുദ്ധി ആവശ്യമില്ലാത്ത, സർവശക്തനായ, മാറ്റമില്ലാത്ത, നിത്യനായിട്ടുള്ള ദൈവം. ആ ദൈവത്തെ ആണ് ആരാധിക്കേണ്ടത്. യെശയ്യാവിൻ്റെ പുസ്തകം നാം പരിശോധിക്കുമ്പോൾ അവിടെ ദൈവം പറയുകയാണ്, ഞാൻ എൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കുകയില്ല. ബൈബിൾ വീണ്ടും നാം പരിശോധിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ അല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ബൈബിൾ വ്യക്തമായി ശക്തമായി പഠിപ്പിക്കുന്ന കാര്യമാണ്, ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവത്തെ മാത്രം ആരാധിക്കുക. ബൈബിളിലെ ദൈവം പറയുന്നു, ആ ദൈവം ജലസ് ഗോഡ്, തീക്ഷ്ണതയുള്ള ദൈവം എന്നാണ് പറയുന്നത്. തൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കാത്ത ദൈവം. നോക്കൂ, ദൈവത്തെക്കുറിച്ച് ബൈബിൾ പരിചയപ്പെടുത്തുന്നത് നല്ലവനായ ദൈവമെന്നാണ്. നന്മ മാത്രമുള്ളവനായിട്ടുള്ള ദൈവം, സ്വാർത്ഥതയില്ലാത്ത ദൈവം, എല്ലാവരെയും, ദൈവത്തെ നിഷേധിക്കുന്നവരെയും സകല മനുഷ്യരെയും അവിശ്വാസികളെയും അന്യദൈവത്തിൽ വിശ്വസിക്കുന്നവരുമായ സകല മനുഷ്യരെയും സ്നേഹിക്കുന്ന ദൈവം, നന്മ മാത്രമുള്ള ദൈവം. അങ്ങനെയെങ്കിൽ ഈ ദൈവം എന്തുകൊണ്ട് പറയുന്നു, ഞാൻ എൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കുകയില്ല, ഞാൻ മാത്രം ദൈവമാകുന്നു, എന്നെ മാത്രം ആരാധിക്കണം? ഇത് പലപ്പോഴും സാമാന്യ മനുഷ്യർക്ക് അസ്വീകാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ സൃഷ്ടാവായ ദൈവം അത് പറയുമ്പോൾ അത് ഏറ്റവും ശരിയായ കാര്യമാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു ഉത്തമ ഭർത്താവ് തൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുകയാണ്, ഞാൻ എൻ്റെ ഭാര്യയെ ആർക്കും വിട്ടുകൊടുക്കുകയില്ല, എൻ്റെ ഭാര്യ എൻ്റെ മാത്രം, അവൾ എൻ്റെ സ്വന്തം എന്ന് പറഞ്ഞാൽ അതെന്തെങ്കിലും അതിൽ ഒരു പിശകുണ്ടോ, പോരായ്മയുണ്ടോ? ഒരു തെറ്റുമില്ല, ഏറ്റവും യോഗ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെയാണ് ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവം എന്ന പേരിന് യോഗ്യനായിട്ടുള്ള, സർവശക്തനും സർവജ്ഞാനിയും സർവസാന്നിധ്യവുമുള്ള ഒരേ ഒരു ദൈവം ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ആ ദൈവത്തെ അല്ലാതെ മറ്റാരെയും അന്വേഷിക്കേണ്ട, മറ്റാരെയും ആരാധിക്കേണ്ട എന്ന് ദൈവം പറയുമ്പോൾ, ബൈബിൾ അത് വെളിപ്പെടുത്തുമ്പോൾ, ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന ആളുകൾ ഈ സത്യദൈവത്തിൻ്റെ മുൻപാകെ തങ്ങളെ തന്നെ താഴ്ത്തി അവിടുന്ന് മാത്രം ആരാധനായിട്ടുള്ള ദൈവം, ഏകസത്യ ദൈവം എന്ന് പറഞ്ഞ് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുമ്പോൾ എത്ര അനുഗ്രഹമുള്ള കാര്യമാണത്. ദൈവത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദൈവത്തെ എവിടെ ആരാധിക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. 150 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യത്തിലേക്ക് വരുമ്പോൾ എവിടെ ദൈവത്തെ ആരാധിക്കണം എന്നുള്ള ഒരു ചിന്ത നമുക്ക് ലഭിക്കുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നു, ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിക്കുവിൻ, അവൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിക്കുവിൻ. ആകാശവിധാനത്തിൽ ദൈവത്തെ സ്തുതിക്കുവിൻ, വിശുദ്ധ മന്ദിരത്തിൽ ദൈവത്തെ സ്തുതിക്കുവിൻ എന്നാണ് നാം കാണുന്നത്. ആകാശവിധാനം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്. അവിടെയാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത് എന്ന് ഒരു കാര്യം പറയുന്നു. ദൈവത്തെ എല്ലാ കാലവും മാലാഖമാരും മൂപ്പന്മാരും ജീവികളും
സദാകാലവും ആരാധിക്കുന്ന സ്ഥലമാണ് സ്വർഗം എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് സ്വർഗത്തിൽ ചെന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ആവശ്യമില്ല. അവർക്ക് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അത് സാധ്യവുമല്ല. എന്നാൽ മറ്റൊരു കാര്യം പറയുന്നു, ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ആരാധിക്കുവിൻ. ഇത് പഴയ നിയമകാലത്തെ ഒരു എഴുത്താണ്. അന്ന് അവിടെ യഹൂദന്മാരുടെ ദേവാലയമുണ്ട്, യെരുശലേം ദേവാലയമുണ്ട്. അവിടെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പാപിയായ ഒരു വ്യക്തി വന്ന് പുരോഹിതനിലൂടെ ബലിയർപ്പിച്ച് ദൈവത്തോടുള്ള ബന്ധം അവൻ ശരിയാക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് യെരുശലേം ദേവാലയത്തിലാണ്. എന്നാൽ കർത്താവ് യേശുക്രിസ്തു അതിനെ വ്യാഖ്യാനിച്ച് ശമര്യ സ്ത്രീയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞു. ഗെരിസീം മലയിലല്ല, യെരുശലേം ദേവാലയത്തിലല്ല, എവിടെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുന്ന സകല മനുഷ്യർക്കും സ്ഥലകാലഭേദമന്യേ ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനുമുള്ള വലിയ സ്വാതന്ത്ര്യമാണ് ദൈവത്തിൻ്റെ വചനത്തിൽ തരുന്നത്. എവിടെ ദൈവത്തെ ആരാധിക്കുന്നു? ചോദ്യത്തിൻ്റെ മറ്റൊരു ഭാഗം ഇതാണ്, ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ എൻ്റെ ഹൃദയവും മനസ്സും എവിടെ? ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ എൻ്റെ മുൻപിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ബുദ്ധിയിൽ ഈ സത്യദൈവമാണോ ഉള്ളത്? അതോ ഞാൻ ആരാധിക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയവും മനസ്സും മറ്റെവിടെയെങ്കിലും ഉടക്കിക്കിടക്കുകയാണോ? സത്യദൈവത്തെ ആരാധിക്കുക, ഹൃദയത്തിൽ നിന്ന്, ആത്മാവിൽ നിന്ന് സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുക, അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമായിട്ട് പറയുന്നു. വീണ്ടും നാം എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം എന്ന് പറയുമ്പോൾ സങ്കീർത്തനം ചില ഉത്തരങ്ങൾ നമുക്കതിനായിട്ട് തരുന്നുണ്ട്. എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം? ആളുകൾ പൊതുവെ ദൈവത്തെ ആരാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് നന്മ ലഭിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിന് നന്ദി പറയണം, നല്ലതാണത്. ദൈവത്തെ ആരാധിക്കുന്നത് ചിലർ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ടാണ്. ദൈവത്തിൽ നിന്ന് ഒരു നന്മയും ലഭിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ആളുണ്ട്. പിന്നെ എന്തിനാ ഞാൻ ദൈവത്തെ ആരാധിക്കണം? എനിക്ക് എൻ്റെ ജീവിതത്തിൽ കഷ്ടവും പ്രയാസവുമാണ്, പിന്നെ എന്തിനു ഞാൻ ദൈവത്തെ ആരാധിക്കണം എന്ന് ചോദിക്കുന്ന ആളുണ്ട്. ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദൈവം ഒരു നന്മയും തന്നിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിലും നിങ്ങൾ ദൈവത്തെ ആരാധിക്കുവാൻ കടംപെട്ടയാളാണ്. ബൈബിളിൽ ഇയ്യോബ് എന്നൊരു വ്യക്തിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. അബ്രഹാമിൻ്റെ സമകാലികനാണ്. എന്ന് പറഞ്ഞാൽ ഇയ്യോബ് എന്ന ഭക്തൻ്റെ കാലത്ത് ബൈബിളില്ല, ദൈവത്തെക്കുറിച്ചൊരു കേൾവി മാത്രം ഞാൻ കേട്ടിരിക്കുന്നു എന്നാണ് ഇയ്യോബ് തൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. നോക്കൂ, ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന എല്ലാ കഷ്ടവും അദ്ദേഹത്തിന് സംഭവിച്ചു. തൻ്റെ മക്കളെ നഷ്ടപ്പെട്ടു, തൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, തൻ്റെ ഭാര്യ തൻ്റെ കൂടെയില്ല, ആരോഗ്യം ക്ഷയിച്ചു, തീർന്നില്ല, തൻ്റെ സ്നേഹിതരും തന്നെ കുറ്റപ്പെടുത്തും. നിൻ്റെ ജീവിതത്തിൽ എന്തോ പ്രശ്നമുണ്ട്, ദൈവത്തിന് അനിഷ്ടമായ എന്തോ നീ പ്രവർത്തിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നിൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നമെന്ന് അവരും പറയുകയാണ്. അപ്പോൾ ആ ഭക്തൻ പറയുന്നത് എന്താണ്? ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ എന്നാണ് താൻ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയും ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങൾ ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങൾ കടപ്പെട്ട വ്യക്തിയാണ്. എല്ലായ്പ്പോഴും ദൈവത്തെ സ്തുതിക്കണം, ഇടവിടാതെ ദൈവത്തെ സ്തുതിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എപ്പോഴും ദൈവത്തെ സ്തുതിക്കണം. നമുക്കതിന് സാധിക്കാറുണ്ടോ? ഒരു നന്മയും ജീവിതത്തിലില്ലെങ്കിലും ദൈവത്തെ ആരാധിക്കാൻ പറ്റിയിട്ടുണ്ടോ? സാധിക്കാറുണ്ടോ? അത് വേണമെന്ന് ദൈവത്തിൻ്റെ വചനം കൃത്യമായി പറയുന്നു. ദൈവത്തെ ആരാധിക്കാതിരിക്കേണ്ട ഏതെങ്കിലും സമയമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ദൈവത്തെ ആരാധിക്കാൻ ആവശ്യമില്ലാത്ത ഒരു സമയമുണ്ടോ? ഇംഗ്ലീഷുകാരുടെ ഇടയിൽ ഒരു കഥയുണ്ട്. അത് മാതാപിതാക്കൾ, വിശ്വാസികളായ മാതാപിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കുന്ന കഥയാണ്. എന്താണ് ആ കഥയിൽ പറയുന്നതെന്നറിയാമോ? ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ, പ്രൈസ് ദി ലോർഡ് പറയാതിരിക്കാനുള്ള ഒരു സമയവുമില്ല. എന്നിട്ട് അവർ പറഞ്ഞു, ഒരു സമയമുണ്ട്, ഒരു സമയത്ത് മാത്രം അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞിട്ട് അവരൊരു കഥ പറഞ്ഞു. ഒരു ഭക്തനായിട്ടുള്ളൊരു വ്യക്തിക്ക് ഒരു കുതിരയുണ്ടായിരുന്നു. അത്രത്തോളം ഭക്തിയില്ലാത്ത ഒരാൾക്ക് ആ കുതിരയെ അദ്ദേഹം വിൽക്കുകയാണ്. അപ്പോൾ ഈ കുതിരയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആ കുതിര യാത്ര ആരംഭിക്കുന്ന സമയത്ത് കുതിരയെ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തോത്രം എന്നാണ് പറയേണ്ടത്. അപ്പോഴാണ് കുതിര യാത്ര ആരംഭിക്കുന്നത്. കുതിരയെ നിർത്തണമെന്നുണ്ടെങ്കിൽ ആമേൻ എന്നാണ് പറയേണ്ടത്. അങ്ങനെ ഇദ്ദേഹം ഈ കുതിരയെ വാങ്ങിച്ചു, യാത്ര ആരംഭിച്ചു. എന്താണ് പറയേണ്ടത്? ഓർത്തു അദ്ദേഹം, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തോത്രം എന്ന് പറയുക. കുതിര യാത്ര ആരംഭിച്ചു. അങ്ങനെ കുതിര ഓടുന്നതിനിടയിൽ പെട്ടെന്ന് കുതിരയുടെ മുന്നിൽ കൂടെ ഒരു പൂച്ച അങ്ങനെ ക്രോസ് ചെയ്തു.
കുതിര പെട്ടെന്ന് ഇടറി അത് മറിഞ്ഞു വീണു. കുറേ താഴെ ഒരു സ്ഥലത്ത് ചെന്ന് കുതിര വീണ ശേഷം കുതിര അദ്ദേഹവുമായിട്ട് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം കുതിരയുടെ മുകളിൽ നിന്ന് വീണില്ല. പക്ഷെ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ വളരെ അപകടകരമായിട്ടുള്ള വലിയ ഒരു താഴ്ചയിലേക്കാണ് ഈ കുതിര പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വലിയ അപകടമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ട് അദ്ദേഹം കുതിരയോട് പറഞ്ഞു, പലതും പറഞ്ഞു നോക്കി, പല ശബ്ദങ്ങളും ഉണ്ടാക്കി, കുതിര നിൽക്കുന്നില്ല. പ്ലീസ് കുതിര ഒന്ന് നിൽക്കൂ എന്ന് പറഞ്ഞു. ഒരു രക്ഷയുമില്ല. അപ്പോഴാണ് ഓർത്തത് അദ്ദേഹം, കുതിര നിൽക്കണമെങ്കിൽ ആമേൻ എന്നാണ് പറയേണ്ടത്. അങ്ങനെ കുതിര ഓടി ആ വലിയ ഒരു താഴ്ചയുടെ ജസ്റ്റ് താഴേക്ക് പതിക്കുന്നതിന് മുൻപായിട്ട് കുതിരയെ നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ആമേൻ എന്ന് പറഞ്ഞു. കുതിരയോട് നിന്നു. അപ്പോൾ വലിയ ആശ്വാസത്തോടുകൂടെ പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞു. പിന്നീട് കുതിരയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഊഹിക്കാമല്ലോ. അവൾ പറയുന്നത് മക്കളെ പഠിപ്പിക്കുകയാണ്. കുതിരയുടെ ഈ ഉദാഹരണത്തിലൂടെ ദൈവത്തെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ, സ്തോത്രം ചെയ്യുവാൻ ആവശ്യമില്ലാത്ത ഒരു സമയമേ ഉള്ളൂ. അത് ഈ കഥയിലൂടെ അവർ പറയുകയാണ്. അർത്ഥം എല്ലായ്പ്പോഴും ദൈവത്തെ സ്തുതിക്കണം. നാം ചിന്തിക്കുന്ന സങ്കീർത്തനം നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ 2-ാം വാക്യത്തിൽ പറയുന്നു, അവൻ്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം യഹോവയെ സ്തുതിക്കുക എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് നാം ചിന്തിച്ചാൽ എത്ര വലിയ പ്രവൃത്തികളാണ് അവിടുന്ന് ചെയ്യുന്നത്. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം അല്പം കുറഞ്ഞാൽ അത് കത്തിച്ചാമ്പലാവും, അകന്നു കഴിഞ്ഞാൽ തണുത്ത് ഉറഞ്ഞു പോകും. ദൈവം എത്ര അത്ഭുതകരമാണ് ഈ പ്രകൃതിയെ സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് നാം ശ്രദ്ധിച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു കോശം എന്ന് പറയുന്നത് അതിൽ 4000 പേജുകൾ എഴുതാൻ കഴിയുന്ന വിവരം അതിലുണ്ട്. നോക്കണം, നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിൽ 30 ട്രില്യൺ കോശങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1 എന്ന് എഴുതി 12 പൂജ്യമാണ്. എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആർക്കാണ് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയുക? എന്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണമെന്ന് ചോദിച്ചാൽ ദൈവം ഏറ്റവും വലിയ ആരാധ്യനാണ്. ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മ വരികയാണ്. ടേസ്റ്റ് ബെറി എന്ന് പറഞ്ഞിട്ടൊരു പഴമുണ്ട് ആഫ്രിക്കയിൽ. ആ പഴം നാം കഴിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ നേരത്തേക്ക് ആ നല്ല ടേസ്റ്റ് നമ്മുടെ വായിലുണ്ടാകും. എത്ര കയ്പുള്ള ഭക്ഷണം കഴിച്ചാലും ആ ടേസ്റ്റ് ആയിരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നവർ അവരുടെ ജീവിതത്തിൽ കഷ്ടവും പ്രയാസവും കയ്പും വരുമ്പോൾ സന്തോഷത്തോടുകൂടി അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നത് ഈ ടേസ്റ്റ് കൊണ്ടാണ്. അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത് എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ഈ ഭാഗം നാം നോക്കിക്കഴിഞ്ഞാൽ 8 വാദ്യോപകരണങ്ങളോടുകൂടിയാണ് ദൈവത്തെ ആരാധിക്കണം എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിൽ പറയുകയാണ്, ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. നമ്മുടെ ഈ ശ്വാസം, ജീവൻ, നാവ് കൊണ്ട് നാം പരദൂഷണം പറയാനല്ല, നാം വിമർശിക്കുവാനല്ല, മറ്റുള്ളവരെ കുറ്റം പറയുവാനല്ല, നാം ഈ നാവ് കൊണ്ട്, ജീവൻ കൊണ്ട്, ശ്വാസം കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാനാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ബൈബിളിലെ 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ഒരു വലിയ യുദ്ധം ജയിക്കുവാൻ കാരണമായി തീരുന്നത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആ സൈന്യത്തിൻ്റെ ഏറ്റവും മുൻപിൽ അണിനിരന്നു എന്നുള്ളതാണ്. അവർ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തിയപ്പോൾ ആ യുദ്ധം സമ്പൂർണ്ണ വിജയമായി തീരുവാൻ ഇടയായി. പ്രിയപ്പെട്ടവർ, ഇന്നും നമ്മുടെ ജീവിതത്തിലെ യുദ്ധങ്ങൾ, പ്രയാസങ്ങൾ, ഇതിലെല്ലാം നമുക്ക് മുന്നേറുവാൻ, വിജയിക്കുവാൻ, സമാധാനത്തോടെ മുന്നോട്ട് പോകുവാൻ നമ്മളെ സഹായിക്കുന്നത് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അപ്പോൾ പാപിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയും? അവൻ്റെ ആരാധന ദൈവം സ്വീകരിക്കുമോ? അതിൻ്റെ ഉത്തരമാണ് പ്രിയപ്പെട്ടവരെ കാൽവരി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരിയിലെ മരണത്തിലൂടെ പാപങ്ങൾ മോചിക്കപ്പെട്ട് ദൈവത്തിൻ്റെ മക്കളായി തീർന്ന ഏതൊരു വ്യക്തിക്കും അങ്ങനെ തീരുവാനുള്ള സ്വാതന്ത്ര്യം ദൈവത്തിൻ്റെ വചനം സകല മനുഷ്യർക്കും വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ഒരു ദൈവ പൈതലായി തീരുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയും, ദൈവത്തെ ആരാധിക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതം ഒരു വിജയമായി തീരും. നിങ്ങൾക്ക് സമാധാനത്തോടുകൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കേണ്ടതിൻ്റെ ആവശ്യമെന്നുള്ളത് തിരിച്ചറിയാൻ നിങ്ങൾക്കപ്പോൾ കഴിയും. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വലിയ പ്രവൃത്തികളെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ ജീവിതം ഒരു ആരാധനയായി തീരും. നിങ്ങളുടെ സമയം ദൈവത്തിന് ഇഷ്ടമുള്ള
സമൃദ്ധമുള്ള നിലയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾ ഈ ലോകത്തിലെ ഭൗതിക അധ്വാനവും സമ്പത്തും കൊണ്ട് നേടുന്ന സന്തോഷത്തെക്കാളും സമാധാനത്തെക്കാളും ദൈവത്തെ സേവിച്ച് ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയം അത് ഹൃദയ പരമാർത്ഥതയുള്ള, നിങ്ങളുടെ ഹൃദയം സന്തുഷ്ടിയുള്ള, ആരോഗ്യമുള്ള, ആനന്ദമുള്ള ഒരു ജീവിതമായി, സംതൃപ്തിയുള്ള ജീവിതമായി തീരും. കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് പാപക്ഷമ പ്രാപിച്ച് ദൈവത്തെ ആരാധിച്ച് സേവിച്ച് ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എല്ലാ പ്രേക്ഷകരെയും സഹായിക്കട്ടെ. ആമേൻ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ ആരാധിക്കുവാനുമാണ്. സങ്കീർത്തനങ്ങളിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ്, ഭക്തന്മാരായിരിക്കുന്ന ആളുകൾ അവർ എങ്ങനെയാണ് ദൈവത്തെ ആരാധിച്ചത്, മഹത്വപ്പെടുത്തിയത് എന്നൊക്കെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, പാപിയായിരിക്കുന്ന ഞാൻ കഴിക്കുന്ന ആരാധന ദൈവം സ്വീകരിക്കുമോ? പാപിയായിരിക്കുന്ന ഒരു മനുഷ്യൻ കഴിക്കുന്ന ആരാധന, വഴിപാട്, പ്രാർത്ഥന, അതിൽ ദൈവത്തിന് പ്രസാദമില്ല എന്നുള്ളത് നമുക്ക് ദൈവവചനത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ പാപത്തിന് എവിടെയാണ് പരിഹാരം? നാം കേട്ടുകഴിഞ്ഞു, കർത്താവായ യേശുക്രിസ്തുവിലാണ്. കർത്താവായ യേശുക്രിസ്തു മരിച്ചത് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അങ്ങ് മരിച്ചുവല്ലോ എന്ന് വിശ്വസിച്ച് ആ കർത്താവിനെ സന്തോഷത്തോടുകൂടെ, പൂർണ്ണ ഹൃദയത്തോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ നമുക്ക് രക്ഷയുണ്ട്. തീർച്ചയായും ഈ നിലയിലുള്ള രക്ഷയിലേക്ക് വരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, മഹത്വമുള്ള അങ്ങയുടെ നാമത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മനുഷ്യന് രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് ചെയ്തതായിരിക്കുന്ന ആ പദ്ധതിക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ സ്വതന്ത്രരാക്കി വിട്ടയക്കുകയും ഞങ്ങളുടെ പാപത്തിന് സൽഗുണപൂർത്തി വരുത്തിയതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വചനങ്ങൾ കർത്താവെ കേട്ടതായിരിക്കുന്ന ഹൃദയങ്ങളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അവരുടെ ഹൃദയങ്ങളോട് സംസാരിക്കണമേ. ഈ വചനങ്ങൾ വിശ്വസിക്കുവാൻ, ഇത് അംഗീകരിക്കുവാൻ ആവശ്യമായിരിക്കുന്ന കൃപ അവിടുന്ന് പകരണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമാ, സത്യം സത്യമാ.